നമസ്കാരം. ഇറാനും കാനഡയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. 2020 മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാൻ തുടങ്ങിയത്. അതിലേക്ക് വരാം. അതായത് ഇപ്പോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കാനഡയുടെ റോയൽ കനേഡിയൻ നേവിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2024 ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഒരു തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചതിന് മറുപടിയായാണ് ഈ തീരുമാനമെന്നും ടെഹ്റാൻ പറയുന്നു. അതായത് അടിക്ക് തിരിച്ചടി എന്ന നയമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഇതിനകം വഷളായ ബന്ധങ്ങൾക്ക് ഇത് കൂടുതൽ ഇനിയും വഷളാകും. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ IRGC ഇറാന്റെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമാണ്. അതിനെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുന്നത് ഒരു പരമാധികാര രാജ്യത്തിനെതിരായ രാഷ്ട്രീയ പ്രേരിത തീരുമാനമാണ്. പരസ്പര സഹകരണ തത്വപ്രകാരം ഇറാൻ റോയൽ കനേഡിയൻ നേവി ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രഖ്യാപനത്തിന്റെ പ്രായോഗിക അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. ഇത് കനേഡിയൻ നേവിയോ അതിന്റെ ഉദ്യോഗസ്ഥരെയോ നേരിട്ട് ബാധിക്കുമോ, അതോ ആസ്തി മരവിപ്പിക്കൽ, യാത്രാ നിരോധനം അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ എന്നിവ ഉൾപ്പെടുമോ എന്നതും വ്യക്തമായിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ IRGC ഇറാന്റെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമാണ്. അതിനെ ഒരു തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുന്നത് ഒരു പരമാധികാര രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രേരിത തീരുമാനത്തിനെതിരാണ്. 2020 ഉക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് PS-75 ഇറാന്റെ IRGC അബദ്ധത്തിൽ വെടിവെച്ചു വീഴ്ത്തി. നിരവധി കനേഡിയൻ പൗരന്മാർ ഉൾപ്പെടെ 176 പേർ കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് കാനഡ ഇറാനെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും 2024 IRGCയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ശേഷം ഇറാനെതിരെ ഒരു പ്രധാന പാശ്ചാത്യ രാജ്യം നടത്തിയ ആദ്യത്തെ നടപടിയായിരുന്നു കാനഡയുടെ ഈ നീക്കം. IRGC ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരോപണങ്ങൾ ഇറാൻ നിരന്തരം നിഷേധിച്ചിട്ടുണ്ട്. ദേശീയ പ്രതിരോധത്തിനും പ്രാദേശിക സ്ഥിരതയ്ക്കും IRGC അനിവാര്യമാണെന്നും ടെഹ്റാൻ വാദിക്കുന്നു. അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതിനും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും IRGC ഉത്തരവാദിയാണെന്ന് കാനഡയും സഖ്യകക്ഷികളും ആരോപിക്കുന്നുണ്ട്. എന്നിരുന്നാലും കനേഡിയൻ നാവിക ആസ്തികളിലേക്കോ ഉദ്യോഗസ്ഥരിലേക്കോ ടെഹ്റാന്റെ പ്രവേശനം പരിമിതമായതിനാൽ ഇറാന്റെ നീക്കം പ്രധാനമായും പ്രതീകാത്മകമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് സമാനമായ നടപടികളിലൂടെ മറുപടി നൽകുന്ന ഇറാന്റെ നയത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. US IRGCയെ കരിമ്പട്ടികയിൽ പെടുത്തിയപ്പോൾ ഇറാൻ മുമ്പ് US സെൻട്രൽ കമാൻഡിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കാനഡയുമായി ടെഹ്റാൻ സമാനമായ ഒരു തന്ത്രം സ്വീകരിച്ചു. സമീപ വർഷങ്ങളിൽ ആണവ പദ്ധതി, ഉപരോധങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയെ ചൊല്ലി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു.